സാധാരണ നമ്മൾ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും പാലിൻ്റെ കൂടെ തൈര് ചേർത്തിട്ടല്ലേ ഒഴിക്കുന്നത്. തൈരില്ലാത്ത സമയത്ത് നമുക്ക് പാൽ എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് നോക്കാം. ഇത് നന്നായിട്ട് കാച്ചിയിട്ട് തണുത്ത പാലാണ് കേട്ടോ, നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒഴിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് പാൽ മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ ഞെട്ടോട് കൂടി നമുക്കിങ്ങനെ ഒന്ന് അടത്തിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കളയരുത്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നാളെ നമുക്കിത് റെഡിയായോ നോക്കാം. പിറ്റേ ദിവസം വൈകിട്ടായി കേട്ടോ, നമുക്ക് നല്ല സെറ്റായിട്ട് നമ്മുടെ തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പം തൈരില്ലാതെ തന്നെ മുളകൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണേ. ഈ ഒരു പരീക്ഷണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.